ാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു സുപ്രീം കോടതി. വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ചാൻസലറോടും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ സർക്കാർ നിലപാട് ശരിയെന്ന് വ്യക്തമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചാൻസലറുടെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ ഇതുവരെ ചാൻസലറും അതുപോലെ തന്നെ ചില വിദഗ്ധരും മാധ്യമങ്ങളും ഇതിനു മുൻപ് ഉള്ള സുപ്രീം കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതാണ്. താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരിയെന്ന് ഇന്ന് വ്യക്തമായി. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കമായും തീരുമാനമായും ഒക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ ഉത്തരവിനെ കാണാം. 4 പേരുകൾ വീതം സർക്കാരും ഒപ്പം തന്നെ ചാൻസലറും നൽകട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ആർക്കാണ് അനുകൂലമാവുക എന്നതൊക്കെയുള്ളത് മറ്റു പ്രശ്നമാണ്. ആ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. മന്ത്രി പി രാജീവ് പറയുന്നു സർക്കാർ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് മറ്റൊരു ചോദ്യം ഉയർന്നുമുണ്ട്. സർക്കാർ തന്നെയല്ലേ എല്ലാ പേരുകളും കൊടുക്കേണ്ടിയിരുന്നത്, അതല്ലേ അവരുടെ വാദമുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. സുപ്രീം കോടതി എന്താണ് ഈ വിഷയത്തിൽ ഇന്നെടുത്ത നിലപാട്, നിരീക്ഷണങ്ങൾ? അച്യുതൻ. പ്രജനി, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു പ്രതിസന്ധി അത് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണമായിരുന്നു. അത് 2 കൂട്ടരും, ഗവർണറും സർക്കാരും ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്നൊരു തർക്കം കോടതിയിൽ തന്നെ ഉടലെടുത്ത ഘട്ടത്തിലാണ് എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരണം സുപ്രീം കോടതി ഏറ്റെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം ഇപ്പോൾ സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനായി 4 പേരുകൾ വീതം സർക്കാരിനോടും ഗവർണറോടും നൽകാനാണ് സുപ്രീം കോടതി ജസ്റ്റിസ് പർദിവാല നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ ഒരാൾ, ഈ 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഒരാൾ UGC നോമിനിയായിരിക്കും. നിലവിൽ നൽകുന്ന 4 പേരുകളിൽ നിന്നായിരിക്കും സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കുക. ഈ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് ഗവർണർ കൃത്യമായി സർക്കാരുമായി കൂടിയാലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ എന്നുകൂടി സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കി. മറിച്ച് ഈ വിഷയത്തിലൊരു തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്, കാരണം ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത് അത് നേരായ ഒരു സന്ദേശം നൽകില്ല എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ താൽക്കാലിക VC നിയമനത്തെ ശക്തമായി തന്നെ സംസ്ഥാനം എതിർക്കുകയുണ്ടായി. അക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ നിലപാട് ശരിയാണെന്ന ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. എന്നിരുന്നാലും പ്രതിസന്ധി വഷളാക്കരുത്, അല്ലെങ്കിൽ ഇനിയും തർക്കം തുടരരുത് എന്ന് സുപ്രീം കോടതി ഇരുവരോടും അഭ്യർത്ഥിക്കുകയുണ്ടായി. അതായത് സർക്കാരും ഗവർണറും ഒരു ചായ കുടിച്ച് ഇതിനൊരു പരിഹാരം കാണണം എന്ന തരത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ആ ഘട്ടത്തിൽ ചാൻസലർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ അറിയിച്ചത് മന്ത്രിമാരുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തി. ഇതിലങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കണമെന്ന് ചാൻസലർ കരുതുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം ചാൻസലറിനില്ല എന്ന് പറയുന്നു. പക്ഷേ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ നൽകിയ പേരുകളല്ല, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചാൻസലർ നിയമനം നടത്തിയത് എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്തായാലും നിലവിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ, അതായത് സുപ്രീം കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നാളെ പേരുകൾ നൽകാമെന്നാണ് സംസ്ഥാനം അറിയിച്ചിരിക്കുന്നത്. ചാൻസലർ കൂടി ആ പേരുകൾ നൽകിയാൽ ഒരുപക്ഷെ നാളെയായിരിക്കും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരണം നടത്തുക. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.